മനസ്സിലായോ? മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തിനെയും ദൈവം തന്റെ വചനത്താൽ ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യനെ മാത്രം അവിടുന്ന് പ്രത്യേകമായിട്ട് തന്റെ രൂപത്തിലാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ രൂപം എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ കണ്ണാടിയിൽ പോയി നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അക്രമി സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടു. അവര് അയാളെ കൊള്ളയടിച്ച് അയാളുടെ കയ്യിലുള്ളതെല്ലാം കരസ്ഥമാക്കിയതിനു ശേഷം അയാളെ കൊന്നുകളയാൻ വേണ്ടി പ്ലാനിട്ടു. ആ മനുഷ്യൻ തനിക്കറിയാവുന്ന ഒരു വചനം, അതിലുപരിയായിട്ട് ആ സന്ദർഭത്തിൽ തനിക്ക് രക്ഷപ്പെടാൻ, തന്നെ രക്ഷിക്കാൻ ദൈവം കടന്നു വരുന്ന ഒരു വചനം അദ്ദേഹം നിരവധി പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഇതിന്റെ കൊട്ടേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ വചനം ഉള്ളത്. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അവിടുന്ന് ഒത്തിരി തവണ ആ മനുഷ്യൻ ഈ വചനം ഉരുവിട്ടപ്പോൾ ഓരോരുത്തരായി ആ അക്രമി സംഘം എല്ലാവരും പിന്തിരിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി അത് എത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല. എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ചിലപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് എനിക്കത് കടവഴി സാധനങ്ങൾ സപ്ലൈ ചെയ്തൊരു ഒരു കച്ചവടമുണ്ട്. 2020 ഡിസംബറിൽ ഞാൻ തുടങ്ങിയ കച്ചവടം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കൊറോണ കൊണ്ടുപിടിച്ച് നിൽക്കുന്ന സമയമാണ്. വണ്ടിയിൽ ഫുഡ് ഐറ്റംസ് ഒന്നും വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മാസ്ക് ധരിക്കണം, അതുപോലെ എന്നാ പറയട്ടെ, അതിനുള്ള ചില സ്പ്രേയും കാര്യങ്ങളൊക്കെ കരുതണം. അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം കരുതിയിട്ട് വേണം, അത് വണ്ടിയിൽ കരുതിയിരിക്കണം, എന്നിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും പോലീസ് കടത്തി വിടിയല്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മനുഷ്യന് തന്നെ പുറത്തിറങ്ങാൻ വളരെ പ്രയാസമുള്ള സാഹചര്യത്തിൽ നാട് മുഴുവൻ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എല്ലാ ദിവസവും 91 സങ്കീർത്തനം ചൊല്ലി, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് പോകുന്നുണ്ടായിരുന്നു. 91 സങ്കീർത്തനം, 121 സങ്കീർത്തനം, സങ്കീർത്തനം 23, അതുപോലെ മികാൽ മാലാഖയുടെ പ്രാർത്ഥന, ഇതൊക്കെ ചെല്ലുമായിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ചെല്ലിയിരുന്നത് 91 സങ്കീർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര കാലം കൊറോണയുടെ ആ ഭീഷണി ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം പോലും എന്നെ കൊറോണ ബാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന്റെ ശക്തി ഏതാണ്? നിങ്ങൾ ഒരുപക്ഷെ ഈ വചനം കേട്ടിട്ടില്ലെങ്കിൽ, വചനം വായിച്ചിട്ടില്ലെങ്കിൽ സങ്കീർത്തനം 91 വായിച്ചു നോക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് അത് അറിഞ്ഞു തുടങ്ങി അത് ദിവസവും അത് വായിക്കുക, അത് പഠിക്കുക. ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ പോകാവുള്ളൂ. കാരണം ദൈവം ഒരു മനുഷ്യനിലേക്ക് വെച്ച് നീട്ടുന്ന ആ ഏറ്റവും വലിയ സംരക്ഷണത്തിന്റെ വചനമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ആജ്ഞാവചനങ്ങളുണ്ട്. അന്ധകാര ശക്തിക്കെതിരെ ഉള്ള ആജ്ഞാവചനങ്ങളുണ്ട്. ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അന്ധകാര ശക്തി നമ്മുടെ ഭവനത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് നിന്ന് വിട്ടുപോകും. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ അന്ധകാര ശക്തി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അന്ധകാര ശക്തി വിട്ടുപോകും. വചനം ഇതാണ്: മത്തായി 18:18, മർക്കോസ് 16:17, ലൂക്ക 10:19, ഫിലിപ്പി 2:10, യോഹന്നാൻ 14:14.